ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. സോ വി ഹാവ് റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ ഗായ്സ്. താഴെ നോക്കിയാൽ ശരിക്കും തല ഇറങ്ങുന്നുണ്ട്. ഹലോ എവരിവൺ, സോ വി ആർ അറ്റ് രാമക്കൽമേട്. നമ്മൾ നിൽക്കുന്നത് നല്ല അടിപൊളി കാറ്റുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ മൈക്ക് ചെറിയൊരു കരകരപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല മൈക്കൊന്നുമല്ല. വിൻമില്ലും അങ്ങനെ സംഭവങ്ങളുണ്ട് ഇവിടെ. നല്ല വ്യൂ ആണ്. ഈ വ്യൂ കാണിച്ചുതരാം. കം 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 കം. ഇത് ചെറിയ വ്യൂ മാത്രമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റേഷൻ പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാറ്റ് കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല സ്പേസ് ആണ്. ഇനി നമുക്ക് നേരെ രാമക്കൽമേട് മെയിൻ സ്പോട്ടിൽ പോയി നോക്കാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മളെ അനിയത്തിയുണ്ട്, ഇമ്മുണ്ട്, ഫ്രണ്ട് ഉണ്ട്, ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. കാലൊക്കെ ഏൽപ്പിച്ച് നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ജീപ്പ് യാത്ര കഴിഞ്ഞു. നമ്മളവിടെ സ്ഥലത്ത് എത്തിയാണ്. സോ ഈ സ്ഥലത്തിന്റെ പേരാണ് ആമപ്പാറ. ഒരു വലിയ ആമുണ്ട്. നമ്മളിങ്ങോട്ട് ഒരു 4 കൊല്ലം മുന്നേ വന്നിനി. അന്ന് ഈ സംഭവം ഒന്നുമില്ല, ഇതില്ല, ഇന്റർലോക്ക് ഇല്ല. ജസ്റ്റ് റോ ആയിട്ട് പാറകളും മണ്ണും മാത്രമായിരുന്നു. കോട്ടക്കുന്ന് ഫീൽഡ് ഇപ്പൊ കുറെ മുന്നേ വന്ന സ്ഥലമാണിത്. ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ഥലം ഇതേപോലെ തന്നെ പണ്ടും. ഈ ഒരു പാറ, ഈ ഒരു ഗ്യാപ്പ്, ഇനിയിപ്പോ ഇതിന് ഇടയിൽ കൂടെ പോവാണ്ട്, നല്ല വ്യൂ കാണാണ്ട്, പോയി നോക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇത്രക്കുള്ളൂ. ഒരാൾക്ക് പോകാനുള്ള കറക്റ്റ് ഗ്യാപ്പാ ഇതിനുള്ളിൽ കൂടെ പോവാൻ. അപ്പോ നമ്മൾ ഇതാക്കണേ ഈ ചെറിയ സ്പോട്ടിനുള്ളിൽ കൂടെ വന്നു. ഇവിടേക്ക് എത്തി. ഇങ്ങനെ ഒരു പാലമുണ്ട്. അപ്പൊ പാലം പണ്ട് മുതലുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുഴിയുണ്ട്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറാണ്. പക്ഷെ ഈ ഡേഞ്ചറൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്താൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രക്കും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോണത്. ചെക്കന്മാരൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ഇനി അടുത്ത ടാസ്ക് ആണ് ഇതിനുള്ളിൽ കൂടെ പോകണമെങ്കിൽ. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്ര കഷ്ടപ്പെട്ടാണ് അവിടേക്ക് വരുന്നത്. ചാടിക്കോ അയ്യോ അടുത്തമ്മ. അത് നല്ല ഐഡിയ ആണല്ലോ. എങ്ങനെ പോണേ? ഞാനും ഇന്നും അനിയത്തിയും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ടാസ്ക്. ബട്ട് ഇപ്പൊ വന്നില്ല. കാരണം പറഞ്ഞെന്താ വെച്ചാല് വയറ് കുറച്ച് കൂടുതലാണ്. അത് കൊള്ളൂല പറഞ്ഞു. ദിസ് ഈസ് ദ വ്യൂ. വെരി നൈസ്, വെരി വെരി നൈസ്. സോ ആ കാണുന്ന ആമപ്പാറ. മൈക്കോ പാറിപ്പോവും, അത്രയും കാറ്റാണ് ഇവിടുത്തെ. നമ്മളെ പോകുന്ന ഡ്രൈവർ എന്താ പറഞ്ഞു വെച്ചാല് ജീപ്പ് ഞങ്ങളുടെ കണ്ടുതന്നെ അളകും കാറ്റ് കാരണം. കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. ടവർ അടക്കം കുലുങ്ങുന്നുണ്ട്. ഫീൽ ചെയ്യേണ്ട അറിയില്ല. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ മനസ്സിലാവണത് ടൂ മച്ച് കാറ്റ്, ടൂ മച്ച്. ആവശ്യം ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, കുറച്ച് ക്ഷീണിച്ച സ്ഥിതിക്ക് നമ്മള് ഒരു നാരങ്ങളും കുടിച്ചു, ചാമ്പക്ക ഉപ്പിലിട്ടും കഴിച്ചു. നമുക്ക് യാത്ര തുടരാം. ഈ വേലിക്ക് അപ്പുറം കേരള, ഇപ്പുറം തമിഴ്നാട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവുക. ഇവിടെ കേരളം, ഇവിടെ തമിഴ്നാട്. ലെറ്റ്സ് ഗോ. So we have reached the destination guys. Look at the view. രാമക്കൽമേടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ 10-16 പേര് ഒരുമിച്ച് നിന്ന് കൈകോർത്തെന്ന് വിളിച്ചാൽ ഒരേ രീതിയിൽ കാറ്റടിക്കുന്ന സ്ഥലമാണ് രാമക്കൽമേട്. പിന്നെ രാമക്കൽമേടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യോദയം കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ ജീപ്പിട്ടകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യ അസ്തമയം കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പം നിൽക്കുന്ന തേനി ജില്ലയിലാണ്. തേനി ജില്ലയിൽ തമിഴ്നാടിന്റെ കോമ്പെ എന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അതിന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളിപ്പോൾ നിൽക്കുന്ന താഴത്തെ സീ ലെവലിനെക്കാട്ടിലും 3500 മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ താഴെ പച്ചപ്പ് പോലെ കാണുന്ന വെജിറ്റബിൾ ഐറ്റങ്ങളൊക്കെ നട്ടേക്കുന്നതാണ്. അതിൽ ചുവപ്പ് കാണുന്ന മണ്ണിന്റെ കളറുകളും ഇതൊക്കെയാണ് അടുത്ത കൃഷിക്ക് വേണ്ടി ഉഴുന്നാൻ വേണ്ടി. ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർ കൂട്ടമായിട്ട് ഒറ്റ ഏരിയയിൽ താമസിക്കുകയുള്ളൂ. ബാക്കി ഇവരുടെ സ്ഥലങ്ങൾ മുഴുവൻ കൃഷിയിടങ്ങളാക്കി ഇട്ടൊക്കെയാണ്. പിന്നെ തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം 17-ാം നൂറ്റാണ്ടിലുള്ള അമ്പലമാണ്. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിലെ മലയാള മാസം കന്നിമാസം 5 ശനിയാഴ്ച മാത്രമേ അമ്പലം ഓപ്പൺ ആക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്രയും ദൂരം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തേനി, മധുര, പളനി അങ്ങനെ പോകാൻ പറ്റും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടക്കനാല് ആ സൈഡ് ഇങ്ങനെ. പിന്നെ കാണുന്ന നമുക്ക് നേരെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ കല്ല് കണ്ടോ, അതാണ് യഥാർത്ഥ രാമക്കല്ല് എന്ന് പറയുന്ന കല്ല്. ആ കല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് വനവാസ കാലത്ത് രാമൻ സീതയെ അന്വേഷിച്ച് വന്നെന്നും പണ്ട് ഇത് കടലായിരുന്നെന്നും ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോയെന്നുമാണ് ഐതിഹ്യം. അങ്ങനെ ഹനുമാൻ തട്ടുതട്ടാക്കി അടുക്കി കൊടുത്തിരുന്നാണ് രാമന് നിൽക്കാൻ വേണ്ടി അടുക്കി വെച്ച കല്ലാണ്. ആ കല്ലിന് ഒരു പ്രത്യേകത വെച്ചാൽ 3 സൈഡും ഒരേ രീതിയിലാണ്. ആ സൂസൈഡ് പോയിന്റ് കൂടാ. നമ്മൾ പോകുന്നത് അടുത്ത കുറവമ്പലത്തി അടുത്തേക്ക്. കുറവമ്പല കുറത്തിമല എന്ന് പറയുന്നത് ഇതല്ല, ഇടുക്കി ഡാമാണ്. 2 മനുഷ്യരെ ശവിച്ച് മലയാക്കിയ മലയാണ് കുറവമ്പല കുറത്തിമല എന്ന്. അവരുടെ കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിയ പ്രതിമയാണ് കാണുന്നത് കുറവനും കുറത്തിനും. സോ ഇതാണ് രാമക്കൽമേടു കല്ല്. നമ്മൾ ശരിക്ക് ഇന്ന് ഇങ്ങോട്ട് വരണം വിചാരിച്ചതല്ല. നമ്മള് ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. കല്യാണം കൂടിയിട്ട് നേരെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. പെട്ടെന്നാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ കണ്ടുപോവാ, എന്തായാലും വന്നതല്ലേ, അപ്പോ അങ്ങനെ വന്നതാണ്. എന്തായാലും വെറുതായി. താഴെ നോക്കിയാൽ ശരിക്കും തല ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും കാണേണ്ട ഒരു എക്സ്പീരിയൻസിന്റെ സംഭവം തന്നെയാണ്. ഇവിടെ ഇമ്മാക്കും അനിയത്തിക്കും ഒക്കെ ഫസ്റ്റ് ടൈമാണ് വെച്ച് കാണുന്നത്. അപ്പോൾ അവർക്കും അത് കാണാൻ പറ്റി.
പേയാമ്പല കണ്ടു, മലമുയക്കി. ഇത് രണ്ടാൾക്കാരും ഒപ്പം ഇരുന്നപ്പോൾ അവർ ശബ്ദിച്ചുകൊണ്ട് പ്രതിമ ആക്കിയതാണ്. എന്തിനാണ് അറിയില്ല. നേരെ മഞ്ചേരിക്ക് പോകും. വേറെ സ്ഥലങ്ങൾ കാണാനല്ല, നമുക്ക് ഇന്ന് രാത്രി നടത്തണം. അപ്പം അത്രക്കുള്ളൂ. വ്ളോഗ് എങ്ങനെയാണ്ട് അറിയില്ല, കാരണം നമുക്ക് ഒരു ക്യാമറമാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ആംഗിളിൽ നിന്നൊക്കെ ചെറിയൊരു കുഴപ്പങ്ങളുണ്ടാവും. പിന്നെ നമ്മുടെ സംസാരം ചെറിയൊരു കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം ഭയങ്കര കാറ്റാണ്. കാറ്റ് പറഞ്ഞാൽ അമ്മാതിരി കാറ്റാണ്. പിന്നെ ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു, ആ ഒരു കാരണം കൊണ്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എക്സ്പീരിയൻസ് ചെയ്യുക. സോ ദിസ് ഇസ് മീ അലി റോക്സ് സൈനിങ് ഓഫ്. ബൈ.